ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആനിവേഴ്സ്. അങ്ങനെ നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ 1178 വന്നിരിക്കുകയാണ്. 2 ദിവസം ഡിലേ ആയ ശേഷമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ചാപ്റ്റർ ബ്രേക്ക് പോവാം. സോ ഈ ചാപ്റ്ററിന്റെ പേര് അവർ ഫേഡിങ് നൈറ്റ്മെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ കവർ പേജിൽ ഒരു ബുള്ള് നമ്മുടെ കിഡിനെ ചേസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചേസ് ചെയ്ത് വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന നമ്മുടെ ലൂഫിയും ലോക്കിയും കൂടെ ഉങ്കോനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ലൂഫി അവിടെ നമ്മുടെ ഉസോപ്പിനെയും ബ്രോക്കിനും രക്ഷിച്ചു വന്ന് നമ്മുടെ നാമി, ജീംബെ, ഫ്രാങ്ക് ഈ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന വീട്ടിൽ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഇവർക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോൾ എക്സ്പ്ലെയിൻ സമയമില്ല, ഞാൻ പോയിട്ട് എല്ലാവരും തകർക്കാൻ പോകുന്നു പറഞ്ഞ് ലൂഫി പറയുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്, എന്റെ സഹായം എന്തെങ്കിലും വേണോ? വേണ്ടി വരും, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നോക്കാം, ഇനി ഫ്യൂച്ചറിൽ പറ്റിയില്ലെങ്കിൽ നീ എന്തായാലും വേണ്ടി വരും എന്നുള്ള രീതിക്ക് പറഞ്ഞ് നമ്മുടെ ലൂഫി അവിടുന്ന് ഫൈറ്റിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത് ഫസ്റ്റ് പേജിൽ തന്നെ. സോ അങ്ങനെ ഇതിനെ തുടർന്ന് വരുന്ന ചാനലിൽ കാണുന്ന നമ്മുടെ ലോക്കി ഒരു അറ്റാക്ക് റെഡി ആവുന്നതാണ്. അതായത് ഡ്രാഗൺ ഫോമിൽ ഒരു അറ്റാക്കിന് റെഡി ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുങ്കോ പറയുന്നുണ്ട്, ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജയന്റിന്റെ ഷിപ്പ് വന്നിട്ട് എല്ലാ ഗവൺമെന്റ് ഷിപ്പിനെയും, അതായത് ഗവൺമെന്റ് മെറൈൻ ഷിപ്പിനെയൊക്കെ അടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ക്യാപ്റ്റൻ വന്നിട്ട് ഒരു വല്ലാത്ത സൈസിലുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പതിയെ മെമ്മറി, കാരണം 8 വർഷങ്ങൾക്ക് മുമ്പ് ലോക്കി ഇവിടുന്ന് പോയി കടലിൽ ചെയ്ത സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുകയാണ് നമ്മുടെ ഗുങ്കോ. അപ്പോൾ ഇവ ഇങ്ങനെ ബ്ലാസ്റ്റ് വിട്ട സമയത്ത് ലൂഫി അവിടെ വന്ന് പറയുന്നുണ്ട്, ഞാനാണ് അവളെ പോയി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ലൂഫി അവിടെ ഇന്റർഫിയർ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത പേജിൽ വീണ്ടും നമ്മുടെ ഗുങ്കോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ഇതെല്ലാം ഒരു റൂമറാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു ജയന്റ്, അത് വലിയ ഭീകര രൂപിയായി പറക്കുന്ന ജന്തുവിനെ അവിടെ കണ്ടു. അതൊക്കെ റൂമറാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും ഒരു തെളിവ് വന്ന് കിട്ടുന്നുണ്ട്, അത് നീയായിരുന്നല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കണ്ടേ. എൻ്റെ അവിടെ ലൂഫി വന്നിട്ട് അവളെ കാണാനില്ലല്ലോ, അവള് ചെറുതായി പോയി, എവിടെ പോയി എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ നീ ഉസാപ്പിനെയും ബ്രോക്കിനെയും എങ്ങനെ അടിക്കും എന്നുള്ള രീതിക്ക് വന്നിട്ട് ആ ഗുങ്കോനെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗുങ്കോനെ പ്രൊസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമു ആണല്ലോ. ഇമു ഗുങ്കോന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സീന് ഇവർ കണ്ടു ഞെട്ടുകയാണ്. അതായത് ലൂഫി കണ്ടു ഞെട്ടുകയാണ്, എന്തോ ഒരു സാധനം പുറത്തേക്ക് വന്നു എന്നുള്ള രീതിക്ക്. അങ്ങനെ ആ ഒരു പേജ് നമുക്ക് അവിടെ എൻഡ് ആകുമെന്നാണ് കാണിക്കുന്നത്. സോ അടുത്ത പേജിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇമു നമ്മുടെ പണ്ട് ഗോഡ് വാലിയിൽ, അത് റോക്സ് വാലി വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ മെയിൻ MVP എന്ന് പറയുന്നത് റോക്സ് തന്നെയാണല്ലോ. സോ റോക്സ് വാലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ റോക്സിനെ പണ്ട് ഗോഡ് വാലി വെച്ച് ചെയ്ത അതേ ട്രിക്ക് ഇവിടെ ലൂഫിനെയും ലോക്കിനെയും മുകളിൽ വെച്ചിട്ട് ഒരു ഡോമി റിവേഴ്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ കാണിക്കുന്നു. ഡോമി റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇമോന്റെ 2 കൊമ്പുകൾ പോലുള്ള സാധനം ഇവർ 2 ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് ഡോമി റിവേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പേജില്. സോ ഈ ഡോമി റിവേഴ്സ് ചെയ്തതിന്റെ ഫലമായിട്ട് ലോഫി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്താ എന്നെ ചെയ്തേ, എനിക്ക് ഒരു വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഇക്കിളിയാക്കിയതാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീ എന്തിനാ ഇപ്പൊ റോക്സിന്റെ പേര് പറഞ്ഞേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. കാരണം അറിയാലോ, നമ്മുടെ ലോക്കിയുടെ ഒരു ടൈപ്പ് പറഞ്ഞ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു മോഡൽ എന്നുള്ള സെൻസേ എന്നുള്ള രീതിക്ക് കണ്ടിരുന്ന ഒരു വ്യക്തി, അത്രയും റെസ്പെക്റ്റോടെ കണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ലോക്കി. അത്രയും ഇഷ്ടമായിരുന്നു റോക്സിനെ. അങ്ങനെ റോക്സിനെ കൊന്നതിന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുമ്പോൾ ഓൾറെഡി അറിയാലോ, ലോക്കി ഓൾറെഡി ടെൻഷനായിട്ട് നിൽക്കണ തന്നെ. അതിന്റെ കൂടെ എഴുതിയിൽ എണ്ണ കഴിക്കുന്ന പോലെയാണ് ഇപ്പൊ റോക്സിന്റെ പേരും കൂടെ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ അവിടുന്ന് നമ്മുടെ ഗൊമോ എന്ന് പറഞ്ഞ് ലൂഫി അവിടെ ഗേറ്റ് അടിക്കാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സോ സംഭവിച്ചെന്താ വെച്ചാൽ നമ്മുടെ ലൂഫിക്കും ലോക്കിക്കും ഇവരുടെ ഈ ഡോമി റിവേഴ്സ് ഏറ്റില്ല, വർക്കായില്ല അവരുടെ ബോഡിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇമു തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അവരല്ലേ എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ തൊട്ടടുത്ത പേജ് നമ്മുടെ ലൂഫി ഗൊമുഗമുനോ ഗാറ്റ്ലിംഗ് വെച്ച് അടിക്കുന്നുണ്ട്. ഇമുവിനെ ഒന്നും പറയാൻ സമ്മതിക്കേണ്ട അടിക്കുന്നുണ്ട്. ലൂഫി അത് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു രഹസ്യം നമുക്ക് വെളിപ്പെട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓട അറിയാലോ, ഓട എല്ലാം മെല്ലെ മെല്ലെ റിവീൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഗാറ്റ്ലിംഗ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ലോക്കിക്ക് ഇമ്മുവിന് എത്ര അടിക്കാൻ പറ്റില്ലായിരുന്നു. ലോക്കിയുടെ സൈസ് അത്രയും വലുതായതുകൊണ്ട് ലോക്കി ട്രാൻസ്ഫോം ആയിട്ട് നമ്മുടെ റാഗ്നിയർ ആ ചുറ്റിക കൊണ്ട് വൈകുമാറ് ലൂഫി എന്ന് പറഞ്ഞിട്ട് റാഗ്നിയർ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതും നമുക്ക് ഈ ഒരു പാനലിൽ കാണാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ രണ്ടുപേരും ഫുൾ ഫൈറ്റിലാണ്. സോ അങ്ങനെയാണ് അറ്റാക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ ലോക്കിയുടെ വക നിഫൽഹെയിം അറ്റാക്കൊക്കെ അവിടെ നടക്കുന്നത് കാണുന്നുണ്ട്. സോ അടുത്ത പേജിൽ നമ്മൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഫിഷർമാൻ, എൽബാഫിലുള്ള ഫിഷർമാൻ വില്ലേജ് വന്നിട്ട് ഈ ലോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ലോക്കി അല്ലല്ലേ നമ്മുടെ ഹറോൾഡിനെ കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് ഹണ്ടേഴ്സ് വില്ലേജിൽ വന്നിട്ട് നമ്മുടെ ഈ ലൈബ്രറിയിൽ തീ അണയ്ക്കാൻ നോക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ
സോ അങ്ങനെ ഈ ലോക്കിയുടെ അറ്റാക്ക് കാരണം അതായത് ഇമു അവിടെ ഐസ് ബോക്സിലാവുകയാണ്, അതായത് പറഞ്ഞാൽ ഫ്രീസ് ചെയ്ത് പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇമുവിനെ ഇതിലാക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ലൂഫിയുടെ പവർ, ഈ ഗിയർ 5 കുറച്ച് നേരത്തേക്കാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലൂഫി അതേപോലെ ഓൾഡ് വയസ്സ് ആയ രൂപത്തേക്ക് മാറുന്നതൊക്കെ കാണുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഓഡിസി ഈ ഫയർ നശിപ്പിക്കാൻ മറ്റേ നമ്മുടെ ലില്ലിത്ത് കണ്ടുപിടിച്ച ഓഡിസി ടൈം ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും പറയുന്നത് കാണിക്കുന്നുണ്ട്. സോ അടുത്ത് നമ്മൾ കാണുന്നത് അവിടെ വെസ്റ്റ് വില്ലേജിലാണ്. വെസ്റ്റ് വില്ലേജിൽ സോറോ നമ്മുടെ ചോപ്പറൊക്കെ ഉള്ളത് അവിടെയാണ്, അവിടെയൊക്കെയാണ് കാണുന്നത്. സോ അവിടെ ചോപ്പർ ഇപ്പോൾ സന്തോഷത്തിലാണ്. കാരണം ഈ ഡോമിർവേസി ഉള്ള ഒരു ജയന്റിനെ സ്വയം അടിച്ചിട്ട് അത് ഡോമിർവേസി മാറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ചോപ്പർ ഉള്ളത്. അപ്പോൾ എല്ലാവരും നീ എങ്ങനെ അത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അറിയില്ല, സോറോ ആണ് ആക്ച്വലി ചോദിക്കുന്നത് നീ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതിലേക്ക്. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ അവനെ അടിച്ചേ ഉള്ളൂ, പക്ഷെ അത് മാറി എന്നുള്ളതിലേക്ക് ചോദിക്കുന്നത്. അപ്പോൾ സോറോ പറയുന്നുണ്ട് നീ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് എന്നുള്ളതിലേക്ക് പറയുമ്പോൾ നമ്മുടെ പ്രീ ടൈം സ്കിപ്പ് വരെ നമ്മൾ കണ്ട ആ ചോപ്പർ ഉണ്ടല്ലോ, ആ ക്യൂട്ട്നെസ്, നീ എന്നെ ഇങ്ങനെ പ്രശംസിച്ചാലൊന്നും എനിക്ക് സന്തോഷമൊന്നും വരില്ല ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു ചോപ്പറിന്റെ ക്യൂട്ട്നെസ് ഈ ഒരു പേജിൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഈ ചോപ്പറിന് ഇങ്ങനെ ഒരു ക്യൂട്ട്നെസ് കാണിക്കുന്നത്. അത് അനിമയിൽ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, കാരണം മാങ്കയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. സോ ഐ എം വെയിറ്റിംഗ് ആണ്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ വെസ്റ്റ് വില്ലേജിൽ. അപ്പൊ അവിടെ ഇങ്ങനെ ഫയർ കെടുത്താൻ വേണ്ടി അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് പറയുന്നുണ്ട്, ജെൻസ് പറയുന്നുണ്ട് ഇവിടെ വേറെ നമ്മുടെ ശത്രുക്കളായൊന്നും കാണുന്നില്ല എന്നുള്ളതിലേക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോളും റോബിനും കൂടെ ആ ലൈബ്രറി അവിടത്തേക്ക് വരുമ്പോൾ അവിടെ ആ ലൈബ്രറിയിൽ ആരും തന്നെ കാണില്ല. ഐ മീൻ ഒരു ബുക്ക് പോലും ഉണ്ടല്ലോ, ഒരു ബുക്ക് പോലും കാണില്ല. അതുപോലെ തന്നെ ലൈബ്രറിയായ നമ്മുടെ ലൈബ്രറിനെ ഓളിനെയും കാണുന്നില്ല അവിടെ. അപ്പോൾ നമുക്കിന്ന് മനസ്സിലാകുന്ന വെച്ചാൽ ഓളിൻ്റെ എന്തോ സ്പെഷ്യൽ പവർ കൊണ്ട് ഓൾ ഈ എല്ലാ ബുക്കുകളും തൂക്കിയിട്ട് അവിടെ രക്ഷപ്പെട്ടു എന്നുള്ളതിരിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു പേജിലും തൊട്ടടുത്ത് വരുന്ന പേജിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഓള് ഈ ബുക്കുകളും കൊണ്ട് എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ കില്ലിംഗ് ഹാമിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഫ്രാങ്കി, സാൻജി അവരൊക്കെ അവിടെ പിടിച്ചിട്ട് ഇപ്പോഴും നിർത്തുന്നുണ്ട്. അപ്പോൾ കില്ലിംഗ് ഹാം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇമ്മുസാമയ്ക്ക് എന്നുള്ളതിലേക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേജ് എൻ്റെ ആവുന്നതാണ്. ഇപ്പോഴും 3 പേര് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിലേക്കാണ് അവർ പറയുന്നത്. സോ അങ്ങനെ തൊട്ടടുത്ത പാനലിൽ നമുക്ക് എന്താ കാണുന്നത് വെച്ചാൽ ഇതന്നെ നമ്മുടെ സോമേഴ്സിനെ പിടിച്ചു വെച്ച് സോമേഴ്സിന്റെ ഹാർട്ട് വേറെ, തല വേറെ, ശരീരം വേറെയൊക്കെ വേറെ ആയിട്ട് നിൽക്കുന്ന സോമേഴ്സിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂഫി ഇതുപോലെ വയസ്സായ ആളുടെ രൂപത്തിലെത്തിയിട്ട് എനിക്ക് ഭക്ഷണം വേണം എന്ന രീതിക്ക് ലോക്കിലേക്ക്, എനിക്കെന്ന് നിനക്ക് ഭക്ഷണം തരാൻ വയ്യ, നീ അങ്ങോട്ട് വേണമെങ്കിൽ മറ്റേ വില്ലേജിൽ പോയി ഗ്രാമത്തിൽ പോയി തപ്പി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ലോക്കി ഓൾവേസ് ബീങ് ലോക്കി എന്നുള്ളതിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി വേറെ വധിച്ചിട്ടുണ്ട് ആ അണ്ണാൻ കുഞ്ഞിനടുത്ത് എനിക്ക് കുറച്ച് ഫുഡ് താടേ ആരെങ്കിലും ഒക്കെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. സോ ഏകദേശം ആ ഫുഡ് അവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞു. സോ ഇപ്പൊ ഈ ഫുഡിന്റെ കാര്യം ലൂഫി ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അടുത്ത 1-2 എപ്പിസോഡിൽ ചാപ്റ്ററിൽ മിക്കവാറും നമുക്കൊരു ഗ്രാൻഡ് ഫീസ്റ്റ്, എൽബാഫിന്റെ ഒരു സ്പെഷ്യൽ ഫീസ്റ്റ് കാണാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു പേജിൽ. കാരണം നമ്മുടെ ലോക്കിയുടെ അറ്റാക്കിൽ ഫ്രീസ് ചെയ്ത ആ ഫ്രീസ് ചെയ്ത ഐസ് കട്ടിനുള്ളിൽ നിന്നും അവിടെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങളുടെ പോകുന്ന അറിയില്ല. അത് കഴിഞ്ഞ് നേരെ 2 പേജ് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ നമ്മുടെ ഹോളി കാസിൽ, അതായത് ഹോളി മരീജോയിൽ എത്തുന്നിട്ട് അവിടെ ഗൊറോസ 5 എൽഡേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് ഒന്ന് പോവാണ് എന്നുള്ള രീതിക്ക് പോകുന്നു. കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് ഒന്ന് പോവാനുള്ള രീതി. കാരണം ഇതുവരെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടില്ല ഫീലായിട്ട്. ഈ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവള് പുറത്തേക്ക് ഇറങ്ങുന്നത്. സോ ഇവള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്ന രീതിക്ക് കാണിക്കും. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ട് ആ ഒരു പേജ്, അതായത് ഈ ഒരു ചാപ്റ്റർ തന്നെ എൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പേജിലൊക്കെ ഇത് കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. അത് മിക്കവാറും ഇനിയിപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൽ ഫ്യൂച്ചറിലുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡിലേക്ക് ഇതൊക്കെ ലിങ്ക് ചെയ്യാൻ പോകുന്നത് അറിയാലോ. മാസ്റ്റർ ഓട സെൻസയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സോ അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സ് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു 4 ചോദ്യങ്ങൾ എല്ലാ എപ്പിസോഡിലും എനിക്ക് വരുന്ന ഡൗട്ടുകൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിലും ചോദിക്കുന്നതാണ് ഇമ്മു എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം എങ്ങോട്ടോ ഇറങ്ങുന്നു. കാര്യം ഇത്രയും കാലം ആ പൂന്തോട്ടിനുള്ളിൽ മറ്റേ മരിജോയിൻ്റെ ഉള്ളിൽ ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് അവൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു, അപ്പോൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു, എങ്ങോട്ട് പുറത്തു പോകുന്നു എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടാണ് എനിക്ക്. നിങ്ങൾക്ക് അതൊക്കെ ഇതിനെപ്പറ്റി എന്തെങ്കിലും തിയറിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ചോപ്പർ, അതുപോലെ ലൂഫി, അതുപോലെ ലോക്കി, ഇവര് 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, 3 പേർക്കും സോവൻ ടൈപ്പ് ഫ്രൂട്ടാണ് ഇവർ 3 പേരെയും കഴിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ?
അപ്പൊ ഈ 3 പേർക്കും ലൂഫി, ലോക്കി, അതുപോലെ ചോപ്പർ 3 പേർക്കും ഡോമി റിവേഴ്സ് ഏറ്റിട്ടില്ല. അതായത് ലൂഫിക്കും ലോക്കിക്കും ഡയറക്റ്റ് ആയിട്ട് ഡോമി റിവേഴ്സ് ഏറ്റിട്ടില്ല. അതുപോലെ ചോപ്പറിന് ഡോമി റിവേഴ്സിയുടെ ക്യൂർ ചോപ്പർ ഇറ്റ്സെൽഫ് ഡോമി റിവേഴ്സി ക്യൂർ ആണ്. സോ അതിന് നിങ്ങൾ വിചാരിക്കുന്ന കാരണം, ഞാൻ വിചാരിക്കുന്നു മിത്തിക്കൽ സോവാൻ എന്നുള്ള ഡെവിൾ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. മിത്തിക്കൽ സോവാൻ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ചോപ്പറിന്റെ ഡെവിൾ ഫ്രൂട്ട് ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സോ അത് ഏത് ടൈപ്പ്, അതായത് മോഡൽ പറഞ്ഞിട്ടില്ല. സോ അത് കാണും. അതായത് സോവൻ ടൈപ്പിൽ ഉള്ള ഈ 3 പേരും, അതായത് ലൂഫി, ലോക്കി, ചോപ്പർ, അതാണ് ഇവരെ കോമൺ. ഇവർക്ക് എന്തുകൊണ്ട് ഏറ്റുന്നില്ല? അപ്പൊ ഈ സോവൻ ടൈപ്പ് ഫ്രൂട്ടിന്റെ വലിയ പ്രത്യേകതയാണോ? കാരണം ലൂഫിയുടെയും ലോക്കിയുടെയും മിത്തിക്കലാണെന്ന് ഓൾറെഡി കൺഫേം ചെയ്തു. അതുകൊണ്ടായിരിക്കുമോ ഇവർക്കത് ഏൽക്കാത്തത്? കാരണം ഡോമി റിവേഴ്സി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോപ്പറിന് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും, മിത്തിക്കൽ സോവൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിന്റെ മോഡൽ നെയിം ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല ഏതൊരു എപ്പിസോഡിലും. സോ ഇനി അത് റിവീൽ ചെയ്യാനുള്ള സമയമാണെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ചോപ്പറിന്റെ ഡബിൾ ഫ്രൂട്ടിനെ പറ്റി തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചോപ്പർ അടിച്ചപ്പോൾ ആ ഡോമി റിവേഴ്സ് മാറി ആ ജയന്റ് നോർമൽ ഫോമിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ അപ്പൊ ഈ ചാപ്റ്ററിന്റെ അവസാനം അവർ കൺഫേം ആക്കിയില്ല. അടുത്ത ആഴ്ച എന്തായാലും ചാപ്റ്റർ വരും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചയായിട്ട് ഇവർ ബ്രേക്ക് ഒന്നും വെച്ചിട്ടില്ല. അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. സോ ഇനിയുള്ള ചാപ്റ്ററും അടുത്ത ആഴ്ചയും കൂടെ ബ്രേക്ക് ഇല്ല, അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ ഇതുവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായി കേട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അരിഗാത്തോ ഗൊസൈമസ് ജാനേ.